മത്തായി 2 കോഫി കപ്പ് കൊണ്ടുവന്ന് ധ്രുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ധ്രുവ് അതുമായി വൈഗയുടെ റൂമിലേക്ക് നടന്നു. വൈഗ ഫ്രഷായി വന്നതും ധ്രുവ് കോഫി കപ്പ് അവൾക്കായി നീട്ടി. അവൾ അതുമായി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സോഫയിലായി ഇരുന്നു. വൈഗ ഒന്ന് സിപ്പ് ചെയ്ത് കോഫി ടേബിളിലായി വെച്ചു. അത് കണ്ടതും ധ്രുവ് അവൻ്റെ കയ്യിലുള്ള കോഫി കപ്പ് അവളുടെ കോഫി കപ്പുമായി ചേർത്ത് വെച്ചു. എന്നിട്ട് ഫോണിൽ നോക്കുന്ന പോലെ ആക്ട് ചെയ്തുകൊണ്ട് അവളുടെ കോഫി കപ്പ് എടുത്ത് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും വൈഗ ഒരു ചിരിയോടെ അവൻ്റെ കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു. പെട്ടെന്ന് ധ്രുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ധ്രുവ് കോൾ അറ്റൻഡ് ചെയ്തു. എബിയായിരുന്നു അത്. "ഡാ ധ്രുവേ, എവിടെയാ?" ധ്രുവ് പറഞ്ഞു. "ഡാ, ഞാൻ വൈഗയുടെ റൂമിലുണ്ട്, ഇങ്ങോട്ട് പോന്നേക്ക്." അത് പറഞ്ഞു തീർന്നതും എബി ഡോറ് തള്ളി തുറന്ന് അവിടേക്ക് കയറി. ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. ധ്രുവ് എബിയോടായി തിരക്കി. "ഡാ, എനി പ്രോബ്ലം ഉണ്ട്?" എബി ചാടി എണീറ്റു. എന്നിട്ട് ധ്രുവിനോടായി പറഞ്ഞു. "നീ മിണ്ടല്ല. അവൻ എനിക്ക് 8ൻ്റെ പണി തന്നിട്ട് പോയതാ. അവൾ കീർത്തന, ആ മറുത, അവളാണ് ഇതിനെല്ലാം കാരണം. അവളുടെ കൊഞ്ചലും കുഴയലും എനിക്ക് പറ്റില്ല മോനെ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഒരാളെ ഇനി ഓഫീസിൽ ഉണ്ടാവും." ധ്രുവ് ശാന്തമായി പറഞ്ഞു. "ഓക്കേ, അപ്പോൾ നീ പോയെന്ന് ഫ്രഷായിട്ട് വാ, നമുക്കൊന്ന് പുറത്ത് പോകണം." "ഒന്ന് പോടാ, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. അവൾ കാരണം എൻ്റെ ഒരു പണിയും നടന്നില്ല. ആരെ വിളിച്ചാലും വരുന്നത് അവൾ. അവൾക്ക് വട്ടാണോ എന്നാ തോന്നുന്നത്." വൈഗ പെട്ടെന്ന് പറഞ്ഞു. "എബി, ലാപ്പിങ് താ, ഞാൻ ചെയ്യാം." അത് കേട്ടതും എബി ഓടി വന്ന് അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു. "ഇതാണ് എൻ്റെ പെങ്ങൾ. പ്രമീളയുടെ കയ്യിൽ പൊട്ടൽ ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്." അമ്മയും മോനും അടുത്തടുത്ത ബെഡിൽ. രാമൻ ഒരു നെടുവീർപ്പോടെ ഇതെല്ലാം നോക്കി അവിടെയായിരുന്നു. പെട്ടെന്ന് വൈഫ് രാമനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു. "വേഗം വൈകിക്ക് കോൾ ചെയ്. ഇവിടെ വരാൻ പറ." "അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടെയാണെങ്കിൽ അവൾ വീട്ടിൽ തനിച്ചല്ലേ?" അത് കേട്ടതും രാമൻ ഒന്ന് പരുങ്ങി. "ഡോ." വൈഫിൻ്റെ വിളി അയാളിലൊരു പേടി ഉണർത്തി. അയാൾ പേടിയോടെ അങ്ങനെ തന്നെ നിന്നു. "ഞാൻ ചോദിച്ചത് കേട്ടില്ലേ?" "കേട്ടു." രാമൻ മറുപടി പറഞ്ഞു. "പിന്നെ എന്തേ താൻ തൻ്റെ ഫോണിൽ അവൾക്ക് കോൾ ചെയ്ത് എനിക്ക് താ." അത് കേട്ടതും അയാളിൽ ഒരു വിറയൽ രൂപപ്പെട്ടു. അതേ വിറയലോടെ രാമൻ വൈഗയ്ക്ക് കോൾ ചെയ്തു വൈഭവിൻ്റെ കയ്യിലായി കൊടുത്തു. ഇതേ സമയം എന്തോ ഡൗട്ട് ചോദിക്കാൻ വൈഗ എബിയുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വൈഗയുടെ ഫോൺ ശബ്ദിച്ചു. ധ്രുവ് ടേബിളിലിരിക്കുന്ന വൈഗയുടെ ഫോണിലേക്കൊന്ന് നോക്കി. ഡിസ്പ്ലേയിൽ അമ്മാവനിരുന്ന് എഴുതി മിന്നി മാറുന്നു. ധ്രുവ് എടുക്കണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചു. പെട്ടെന്ന് കോൾ കട്ടായി. ധ്രുവ് മനസ്സിലായി പറഞ്ഞു. "പോട്ടെ പുല്ല്." വീണ്ടും വൈഗയുടെ ഫോണിൽ അതേ നമ്പറിൽ നിന്നും കോൾ വന്നതും ധ്രുവ് കോൾ അറ്റൻഡ് ചെയ്തു. ഇരുത്തലക്കിലും തീർത്ത നിശബ്ദത. വൈഫ് തുടക്കം കുറിച്ചു. "ഡീ പുല്ലേ, പന്ന തീപിടിച്ചി, നിനക്ക് എന്നെ അറിയില്ല. നീ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് എനിക്കറിയാം." അതുകൂടി കേട്ടതും രാമന് തൻ്റെ ദേഹം തളരുന്ന പോലെ തോന്നി. "മര്യാദയ്ക്ക് നീ ഇപ്പം എൻ്റെ അടുക്കൽ വരണം. എൻ്റെ അടുക്കൽ എന്നെ തൊട്ടും തലോടിയും നീ ഇവിടെ ഉണ്ടാകണം. പിന്നെ എനിക്ക് വേണ്ടുന്നതെല്ലാം നീ ചെയ്തു തരണം." ധ്രുവിൻ്റെ കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തുറിച്ചു. ഇപ്പോൾ വൈഫിനെ കയ്യിൽ കിട്ടിയാൽ പിഴിഞ്ഞ് ചാറാക്കും പോലെ. വൈഫ് തുടർന്നു. "എന്താടി അവളുടെ ഒരു മൗനം? നിൻ്റെ എല്ലാ ചുറ്റിക്കളികളും എനിക്കറിയാം ധ്രുവ്. അതല്ലേ നിൻ്റെ MDയുടെ പേര്? അതവനല്ലേ നിൻ്റെ ആ പഴയ കാമുകൻ? അവനുള്ളത് ഞാൻ കൊടുത്തോളാം. പിന്നെ നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാകും." അത് കേട്ടതും ധ്രുവിൻ്റെ പിരികം വില്ലുപോലെ വളഞ്ഞു. ധ്രുവ് പറഞ്ഞു. "അതിന് നീ ജീവനോടെ വേണ്ടേ മോനെ? ഇപ്പോൾ നിൻ്റെ ഒരു 2 കൈയും 2 കാലുമല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ. ഇനി നീ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ടാൽ നിൻ്റെ ജീവനായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്." അത് കേട്ടതും വൈഫ് അണപ്പല്ല് ഞെരിച്ചു. "ഡാ, നീ അത് കടിച്ചു പൊട്ടിക്കണ്ട. നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട്, നിന്നെ തെക്കോട്ടടിപ്പിക്കാൻ. അത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും." രാമൻ വേഗം വൈഭവിൻ്റെ കയ്യിൽ നിന്നും അയാളുടെ ഫോൺ കരസ്ഥമാക്കി. എന്നിട്ട് ധ്രുവിനോടായി പറഞ്ഞു. "സാറേ, സാറിൻ്റെ വീട്ടിലേക്കാണ് അവൾ വരുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ച് നാളെങ്കിലും എൻ്റെ വിശ്വത്തിൻ്റെ മോൾ സമാധാനമായി ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൈ ഒടിഞ്ഞു. ഇപ്പോൾ അവൾക്കൊരാളുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് വൈഗ മോളെ ഇവിടേക്ക് വിട്ടാൽ വലിയ ഉപകാരമായിരിക്കും." അതും പറഞ്ഞ് രാമൻ ഭവ്യതയോടെ നിന്നു. ധ്രുവിന് വിറഞ്ഞു കയറി. "ഡോ, താൻ കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കരുത്. എല്ലാത്തിനെയും പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്കറിയാം.
അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടുണ്ടാകണ്ട, ഞാൻ വരുന്നുണ്ട് എല്ലാവരുമായി ഒടുക്കത്തെ കൂടിക്കാഴ്ചയ്ക്ക്. അതും പറഞ്ഞ് ധ്രുവ് കോൾ കട്ട് ചെയ്തു. അവൻ വൈഗയുടെ ഫോൺ ഓപ്പണാക്കാൻ നോക്കിയതും അത് ലോക്കായിരുന്നു. അവൻ പെട്ടെന്ന് വൈഗയുടെ ഫോണിൽ അവളുടെ പേര് ടൈപ്പ് ചെയ്തു. അല്ല, ഇതല്ല ലോക്ക്. പിന്നെ അവളുടെ അച്ഛൻ്റെ പേര്, ബർത്ത്ഡേ ഡേറ്റ് ഇല്ല, ഇതൊന്നുമല്ല. അവൻ വൈഗ വൈഗ എന്ന് വിളിച്ചുകൊണ്ട് നെറ്റിയൊന്നൊഴിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലായി ടൈപ്പ് ചെയ്തതും ഫോൺ ഓപ്പണായി. അത് കണ്ടതും ധ്രുവിൻ്റെ മുഖം പതിമടങ്ങിൽ തിളങ്ങി. ധ്രുവ് വേഗം കോൾ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഫോൺ പഴയതുപോലെ വെച്ച് നിവർന്നതും വൈഗ ഒരു മൂളിപ്പാട്ടും പാടി അകത്തേക്ക് വന്നതും ഒരുപോലെയായിരുന്നു. അവൻ്റെ അടുക്കലായി അവളിരുന്നു. അവൾ പിറകിൽ എന്തോ മറച്ചു പിടിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ കൈയെത്തി അതിൽ പിടുത്തമിട്ടു. അതൊരു ആൽബമായിരുന്നു. കുഞ്ഞു ധ്രുവിൻ്റെ നിറയെ ഫോട്ടോകളുള്ള ഒരു കുഞ്ഞ് ആൽബം. അവൻ്റെ പിടുത്തത്തിലും വലിയിലും വൈഗയും ആൽബവും അവൻ്റെ മടിയിലായി എത്തി. അവൻ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഒപ്പം തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ പ്രാണൻ്റെ മുഖത്ത് രൂപപ്പെടുന്ന ഭാവങ്ങളും. അവൾ വളരെ വളരെ പതിയെ അവൻ്റെ കവിളിൽ ചിരിക്കുമ്പോൾ വെളിവാകുന്ന നുണക്കുഴിയിലേക്ക് അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൾ അകന്നു മാറാൻ നോക്കിയതും അവൻ അവളിലേക്ക് ചേർന്നു വന്നു. പെട്ടെന്ന് വൈഗ പറഞ്ഞു, വേണ്ട ധ്രുവ്, പ്ലീസ്, വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ, പാവം നമ്മുടെ എബി എന്നും പറഞ്ഞ് അവൾ ലാപ്പുമായി താഴേക്ക് ഇരുന്നു. വൈഗ വർക്കിലായി മുഴുകി. അപ്പോഴാണ് ഡോർ നോക്ക് ചെയ്ത് എബി അകത്തേക്ക് വന്നത്. എബി ധ്രുവിനോടായി ചോദിച്ചു, ഡാളിയ, പുറത്തു പോകണ്ടേ? ധ്രുവ് പറഞ്ഞു, പോകണം. എങ്കിൽ റെഡിയാവ്, വൈഗ വരുന്നോ ഞങ്ങളുടെ ഒപ്പം? ധ്രുവ് പെട്ടെന്ന് പറഞ്ഞു, ഇവളും ഞാനും വരുന്നില്ല, പകരം നീയാണ് പോകുന്നത്. അത് കേട്ടതും എബി, അത് വേണ്ട, ഞാനില്ല, എനിക്ക് വയ്യ ഒറ്റയ്ക്ക്. ധ്രുവ് അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഡാ പുല്ലേ, നിൻ്റെ പെണ്ണിനെ വിളിക്കാൻ നീയല്ലേ പോകേണ്ടത്. അത് കേട്ടതും എബി ചാടി എണീറ്റു. എവിടെ? എപ്പാ? എന്നോട് പറഞ്ഞില്ല. അത് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ്. എബിയുടെ മുഖത്തെ ക്ഷീണവും തളർച്ചയും എങ്ങോ പോയി മറഞ്ഞു. അവൻ ഫോമിലായി. എന്നിട്ട് കുറച്ച് വെയിറ്റിട്ട് നിന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ, ധ്രുവ് മോനെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ എബിയുടെ പുറകിലായി ധ്രുവ് വിളിച്ചു, ഡാ തെണ്ടി, അവൾ വരുന്നത് ബസ്സിലാണ്, റോഡ് നമ്പർ 12-ൽ, വേഗം ചെല്ലാൻ നോക്ക്. എബിയുടെ പോക്ക് നോക്കി വൈഗയും ധ്രുവും ഉറക്കെ ചിരിച്ചു.